dear students, a very good day to all. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സോളാർ കളക്ടേഴ്സ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ആദ്യം തന്നെ സോളാർ കളക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. സൺലൈറ്റിനെ കളക്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സോളാർ കളക്ടേഴ്സ്. സോ an instrument that helps to collect solar energy is called a solar collector. പക്ഷേ സോളാർ കളക്ടേഴ്സിനെ പറ്റി കാണുന്നതിന് മുന്നേ സോളാർ കളക്ടറിൽ സംഭവിക്കുന്ന ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് പഠിക്കാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ലുക്ക് ഇൻ ടു ദ ഫിസിക്സ് ഓഫ് കൺവേർഷൻ ഓഫ് സോളാർ റേഡിയേഷൻ ടു heat. Now, what are the basic principles involved in the conversion of solar radiation to heat? അപ്പോൾ solar radiation നമ്മൾ കളക്ട് ചെയ്യുന്നത് ഹീറ്റ് ആയിട്ടാണ്. ഓക്കെ, the fundamental process for converting solar radiation to heat on Earth atmosphere is the greenhouse effect. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെയാണ് നമ്മൾ കണ്ടുപഠിക്കുന്നത്. ആക്ച്വലി സൺലൈറ്റിന് നമ്മൾ എർത്ത് സർഫസിലേക്ക് ആവശ്യമായ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് ആണ്. ഈ ഇഫക്റ്റിനെ കണ്ടുപഠിച്ചിട്ടാണ് നമ്മൾ സോളാർ കളക്ടേഴ്സിൽ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷൻ ഇസ് ഇൻസിഡന്റ് ഓൺ ദി എർത്ത് സർഫസ്. സൺലൈറ്റ് എർത്ത് സർഫസിൽ വന്ന് വീഴുമ്പോൾ അതൊരു ബ്രോഡ് സ്പെക്ട്രം ആണ് നമുക്കറിയാം. യു വി റേസ് ഉണ്ടാവാം, വിസിബിൾ ലൈറ്റ് ഉണ്ടാവാം, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ മെജോറിറ്റി കമ്പോണൻറ്റ് യു വി റേഡിയേഷൻ വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷൻ ഇസ് ഇൻസിഡന്റ് ഓൺ ദി എർത്ത് സർഫസ് എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, നൗ ദിസ് ഇൻസിഡന്റ് റേഡിയേഷൻ warms up the solid and liquid surfaces. Earth എന്ന് പറയുന്നത് ഭൂമിയുണ്ട്, വെള്ളമുണ്ട് അല്ലേ, ഓഷ്യൻസ് ആൻഡ് ലാൻഡ്. അപ്പോൾ ഈ പറയുന്ന ലാൻഡിനെയും ഓഷ്യനെയും സൺലൈറ്റ് ഹീറ്റ് ചെയ്ത് വാം അപ്പ് ചെയ്യുന്നു. Now this heat is conducted to the surroundings or re-radiated as long wavelength radiation, infrared radiations. അപ്പോൾ ഈ വരുന്ന ചൂടിന് നമുക്ക് എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം എന്നാണ് കാണുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു നല്ലൊരു അയൺ റോഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു അറ്റം ചൂടാക്കുകയാണെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ റോഡ് ചൂടാവുന്നതിനനുസരിച്ച് നമ്മുടെ കൈയും പതുക്കെ ചൂടാവില്ലേ? പക്ഷെ നമ്മൾ മറ്റേ അറ്റമാണ് ചൂടാക്കുന്നതെങ്കിലും ഇങ്ങേ അറ്റത്ത് നമ്മൾ പിടിച്ചിരിക്കുന്ന കയ്യിലും ചൂടെത്തുന്നുണ്ട്. അപ്പോൾ ഈ റോഡിൽ കൂടെ കണ്ടക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത് കണ്ടക്ട് എന്ന വാക്കുകൊണ്ട്. അപ്പം അതേ അർത്ഥത്തിൽ ഇപ്പോൾ ലാൻഡിൽമേ വന്ന് സൺലൈറ്റ് വീഴുമ്പോൾ, ഇപ്പോൾ ഇക്വേറ്ററിലാണ് മെജോറിറ്റി സൺലൈറ്റ് എത്തുന്നത് എങ്കിലും ആ ലാൻഡ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഈ എർത്ത് സർഫസിനെ മുഴുവനുള്ള ലാൻഡ് ഏരിയയിലേക്ക് അത് കണ്ടക്ട് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി റേഡിയേഷൻ വേറെ രീതിയിലും അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. ഇറ്റ് ക്യാൻ ഗെറ്റ് റീറേഡിയേറ്റഡ് ആസ് ലോങ് വേവ് ലെങ്ത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഇത് ലാൻഡിലേക്ക് ഈ റേഡിയേഷൻ വന്ന് വീണ് കഴിഞ്ഞാൽ ലാൻഡ് അബ്സോർബ് ചെയ്ത് അവിടെ നിന്ന് തന്നെ എമിറ്റ് ചെയ്തിട്ട് ലോങ് വേവ് ലെങ്ത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിട്ട് എമിറ്റ് ചെയ്യാം എന്ന് പറയണം. Now the carbon dioxide in the atmosphere absorbs this infrared radiation and back radiates part of it. അറ്റ്മോസ്ഫിയറിൽ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് നല്ല ഇൻഫ്രാറെഡ് റേഡിയേഷൻ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രത്യേകത എന്ന് വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഷോർട്ട് വേവ് റേഡിയേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിടും, പക്ഷെ ലോങ് വേവ് ലെങ്ത് റേഡിയേഷനെ കടത്തിവിടില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് വരുന്ന ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ കാർബൺ ഡൈ ഓക്സൈഡ് തടഞ്ഞ് തിരിച്ച് എർത്ത് സർഫസിലേക്ക് റേഡിയേറ്റ് ചെയ്യിപ്പിക്കുന്ന പറയണേ. അതിൻ്റെ കുറച്ച് ശതമാനം എങ്കിലും അത് റീറേഡിയേറ്റ് ചെയ്യുന്ന പറയുന്നത്. Thus, heat energy accumulates on the Earth's surface. ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഇപ്പോൾ സണ്ണിൽ നിന്ന് നമുക്ക് റേഡിയേഷൻ വന്ന് വീഴുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൺലൈറ്റ് വന്ന് വീഴുമ്പോൾ മോസ്റ്റ് ഓഫ് ദിസ് എനർജി എർത്ത് അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് ബാക്കി യു വി, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റിന് മാത്രം കടത്തി വിടുന്നു. അപ്പോൾ കടത്തിവിടുന്ന റേഡിയേഷന് എർത്ത് സർഫസ് അബ്സോർബ് ചെയ്തിട്ട് എർത്ത് സർഫസ് ചൂടാകുന്നു. ഓക്കെ, കണ്ടക്ഷൻ വഴി ചൂടാകുന്നു. കൂടാതെ എർത്ത് സർഫസിൽ നിന്ന് അപ്പം തന്നെ കുറച്ച് റേഡിയേഷൻ വേണമെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഒരു
ഫ്രാക്ഷൻ ഇവിടെ ചൂടായിട്ട് എർത്ത് സർഫസിനെ ഇങ്ങനെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എർത്ത് സർഫസിൽ നിന്ന് ഹീറ്റഡ് ആയിട്ടുള്ള ഈ എർത്ത് സർഫസിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ ഈ പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്ലൗഡ്സ് ഉണ്ടാകാം. പിന്നെ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൽ കാർബൺ ഡയോക്സൈഡ് മെജോറിറ്റി പ്രൊപ്പോർഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന റേഡിയേഷൻ്റെ ഒരു ചെറിയ ഫ്രാക്ഷനെ തിരിച്ച് ബാക്ക് റേഡിയേറ്റ് ചെയ്യും. ഇങ്ങനെ ബാക്ക് റേഡിയേറ്റ് ചെയ്യുമ്പോൾ എർത്ത് സർഫസും അറ്റ്മോസ്ഫിയറിൻ്റെ ഇടയിലുള്ള ഈ റീജിയൻ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഹീറ്റ് ചെയ്ത് ഇവിടെ ഹീറ്റ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ആണ് കാണുന്നത്. അങ്ങനെയാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ ലൈഫ് ഉള്ളത്, എർത്ത് സർഫസിൽ അല്ലെങ്കിൽ എർത്തിൽ ലൈഫ് ഉള്ളത്, എർത്ത് ഒരു ലിവിങ് പ്ലാനറ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഇല്ല എങ്കിൽ, നമുക്ക് അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നു എങ്കിൽ എല്ലാ റേഡിയേഷനും ഈ പറഞ്ഞ പോലെ ലോസ് ആയി പോയേനെ അല്ലേ. അപ്പൊ ഇങ്ങനെ എർത്ത് അറ്റ്മോസ്ഫിയർ ഇല്ല എങ്കിൽ എർത്ത് സർഫസിൽ ടെമ്പറേച്ചർ ചിലപ്പോൾ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും, ചിലപ്പോൾ 0 ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ അങ്ങനെ ലൈഫിന് തീരെ സപ്പോർട്ട് ചെയ്യാത്തൊരു എക്കോസിസ്റ്റമായി മാറിയേനെ. പക്ഷെ അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എർത്ത് അറ്റ്മോസ്ഫിയറിന് ഒരു ആംബിയൻ ടെമ്പറേച്ചർ ഉണ്ട് അറൗണ്ട് 30 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്രാഫിക്കൽ ഇമേജ് കാണാം എന്താ സംഭവിക്കണെന്നുള്ളത്. ശ്രദ്ധിച്ചോ? റിപ്പീറ്റ് ചെയ്യും. സൺലൈറ്റ് എർത്ത് സർഫസിലേക്ക് വന്ന് വീഴുന്നു, കുറച്ച് എനർജി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു, ബാക്കി എനർജീനെ എർത്ത് അബ്സോർബ് ചെയ്യുന്നു. അബ്സോർബ് ചെയ്ത എനർജീനെ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആ അറ്റ്മോസ്ഫിയർ തിരിച്ചതിന് ബാക്ക് റേഡിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നൗ ഗ്ലാസിനും ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അതേ പ്രോപ്പർട്ടീസിന് സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, glass allows incoming solar radiation but does not allow long wavelength radiation to pass through and hence acts like a heat trap. Glass എന്ത് ചെയ്യുന്നത്? സൺലൈറ്റിനെ കടത്തി വിടുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഇൻ ദ കേസ് ഓഫ് എ ഗ്രീൻ ഹൗസ്. ആക്ച്വൽ ഗ്രീൻ ഹൗസസ്, ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ കോൾഡ് കൺട്രീസിൽ അല്ലെങ്കിൽ നമുക്ക് സൂട്ടബിൾ കണ്ടീഷൻസിൽ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള പെർട്ടിക്കുലർ ഹൗസസിനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഗ്രീൻ ഹൗസിന് മേലെ നമ്മൾ ഗ്ലാസ് പാനൽസ് അല്ലെങ്കിൽ ഗ്ലാസ് കവേഴ്സ് ആണ് കൊടുക്കുക. അപ്പം എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ സൺലൈറ്റിനെ കടത്തിവിടും. പക്ഷേ അടിയിലുള്ള എർത്തിൻ്റെ സർഫസോ ചെടികളോ ഇതൊക്കെ ഈ പറയുന്ന സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് എമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുക ഇൻഫ്രാറെഡ് ലൈറ്റ് ആണ്. ഇൻഫ്രാറെഡ് ലൈറ്റ് എന്നിട്ട് തിരിച്ച് ഗ്ലാസിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടേക്ക് കടന്നു പോകാൻ പറ്റില്ല, കാരണം ഗ്ലാസ് ഡസ് നോട്ട് അലൗ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ടു പാസ് ത്രൂ. ചെറിയൊരു ശതമാനം മാത്രം കടത്തി വിടുള്ളൂ, ബാക്കി എല്ലാത്തിൻ്റെയും തിരിച്ച് റേഡിയേറ്റ് ചെയ്യും ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ ഒരു ഗ്രീൻ ഹൗസ് ഒരു ഹീറ്റ് ട്രാപ്പായിട്ട് മാറുന്നു ഡ്യൂ ടു ദ ഗ്ലാസ് കവർ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. Thus, glass houses can get warm on sunny days even in the winter. Winter season ആണെങ്കിലും കുറച്ച് സൺലൈറ്റ് നമുക്ക് കിട്ടണ്ടെങ്കിൽ ഗ്ലാസ് ഹൗസസിൻ്റെ ഉള്ളിൽ നമുക്ക് വാം ആയിരിക്കും എന്ന് പറയുന്നത്. Solar collectors also use this principle to collect solar energy. സോളാർ കളക്ടേഴ്സിലെ ബേസിക് കമ്പോണൻസ് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണും. സോ ഫസ്റ്റ്, a black painted absorber plate absorbs the incoming solar radiation. So first, we have a black painted absorber plate and a glass plate is placed above it. So we have a black painted absorber plate, and a glass cover above it. ഇപ്പം നമ്മൾ ഈ ബ്ലാക്ക് പെയിൻറ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമുക്കറിയാം, ബ്ലാക്ക് സർഫസസ് മാക്സിമം എനർജീനെ അബ്സോർബ് ചെയ്യും, മാക്സിമം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും.
വൈറ്റ് ആണെങ്കിലോ മാക്സിമം സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്ത് കളയുക ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സൺലൈറ്റിനെ കളക്ട് ചെയ്യണമെങ്കിൽ, നമുക്കത് ശേഖരിക്കണമെങ്കിൽ നന്നായി അബ്സോർബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റിനെ കറുപ്പ് പെയിന്റ് കൊണ്ട് പെയിന്റ് അടിക്കണം. അപ്പോഴാണ് മാക്സിമം സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുക. എന്തെങ്കിലും മെറ്റൽ സർഫസ് ആയിരിക്കും അബ്സോർബറായിട്ട് ഉപയോഗിക്കുക. ആൻഡ് അതിന് ബ്ലാക്ക് പെയിന്റ് വെച്ച് കോട്ട് ചെയ്താൽ അബ്സോർപ്ഷൻ കൂട്ടാൻ പറ്റും. ഓക്കെ, ഇനി അതിൻ്റെ മേലെ നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. Incident radiation is absorbed and re-radiated as long wavelength radiation. ഇപ്പോൾ സൺലൈറ്റ് ഈ പറയുന്ന പാരറ്റസിൻ്റെ മേലേക്ക് വന്ന് വീഴുന്നു. എന്നിട്ട് ഈ അബ്സോർബർ പ്ലേറ്റ് ഈ പറയുന്ന സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലോ അബ്സോർബർ പ്ലേറ്റിൽ നിന്നും തിരിച്ച് എമിഷൻ വരുന്നു. എമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ലോങ് വേവ് ലെങ്ത് റേഡിയേഷൻ, അതായത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. ഗ്ലാസ് കവർ അല്ലെങ്കിൽ ദ ഗ്ലാസ് പ്ലേറ്റ് ട്രാപ്സ് ദ ലോങ് വേവ് ലെങ്ത് റേഡിയേഷൻ ആൻഡ് ഇൻക്രീസസ് ദ ടെമ്പറേച്ചർ അബവ് ദ അബ്സോർബർ പ്ലേറ്റ്. അപ്പം സംഭവിക്കുന്നത് അബ്സോർബർ പ്ലേറ്റിൽ നിന്ന് ഈ പറയുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാസ് കവർ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് വീണ്ടും തിരിച്ച് ഇങ്ങനെ വന്ന് ഈ റീജിയനെ ഹീറ്റ് ചെയ്യാൻ, അബ്സോർബർ പ്ലേറ്റിൻ്റെ മേലെയുള്ള റീജിയനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. Now, according to Stefan's law, the emission is directly proportional to 4th power of temperature. അതായത് സിഗ്മ എന്ന സിമ്പിൾ കൊണ്ടാണ് നമ്മൾ എമിഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സിഗ്മ ഇസ് പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4. ടി ഈസ് ദ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ ടി ആണെങ്കിൽ അതിൻ്റെ 4 ടൈംസ് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഈ പ്ലേറ്റിൽ നിന്ന് എമിഷൻ നടക്കണമെന്ന് പറയുന്നത്. അബ്സോർബർ പ്ലേറ്റിൽ നിന്ന് ലൈറ്റ് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് കവർ കൊണ്ട് നമ്മൾ ഇതിനെ കവർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ പതുക്കെ കൂടിക്കൊണ്ടിരിക്കല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്റ്റെഫാൻസ് ലോ പ്രകാരം ഇവിടുത്തെ എമിഷൻ വീണ്ടും കൂടുന്നു. എമിഷൻ കൂടുമ്പോൾ ഇവിടുത്തെ ബാക്ക് റേഡിയേഷൻ തിരിച്ച് വന്ന് ടെമ്പറേച്ചർ വീണ്ടും കൂടുന്നു. അങ്ങനെ ഈ ഗ്ലാസ് കവർ കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കൂടുന്നു, എമിഷൻ കൂടുന്നു. അതനുസരിച്ച് വീണ്ടും ടെമ്പറേച്ചർ കൂടുന്നു, വീണ്ടും എമിഷൻ കൂടുന്നു. അങ്ങനെ ഇവിടുത്തെ റീജിയൻ, ഈ റീജിയൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി ഒരു നല്ലൊരു ഹൈ ടെമ്പറേച്ചറിലെത്താൻ ആണ് സാധ്യത. അപ്പോൾ hence the emission from the absorber plate increases as temperature increases. Now we have another law also that we should take into consideration. According to Wein's law, the product of emission wavelength and temperature is a constant. That is, lambda max into T is equal to a constant. Constant നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. 2989 മൈക്രോമീറ്റർ കെൽവിൻ. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പം ഈ ഇക്വേഷൻ പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ വേവ് ലെങ്ത് കുറയണം എന്നാണ്. അപ്പോൾ അബ്സോർബർ പ്ലേറ്റിൽ നിന്ന് വരുന്നത് ലോങ് വേവ് ലെങ്ത് റേഡിയേഷൻ അല്ലേ. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ലോങ് വേവ് ലെങ്ത് റേഡിയേഷൻ ആണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ലോ പ്രകാരം ടെമ്പറേച്ചർ കൂടാണെങ്കിൽ വേവ് ലെങ്ത് കൂടുതൽ ഷോർട്ട് ആവണമെന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ പറയുന്നത് അബ്സോർബർ പ്ലേറ്റിൻ്റെ മേലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അബ്സോർബർ പ്ലേറ്റിൽ നിന്നുള്ള റേഡിയേഷൻ്റെ വേവ് ലെങ്ത് കുറയണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ, അബ്സോർബർ പ്ലേറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടുന്തോറും ശരിക്കും നമുക്ക് എമിഷൻ കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. അത് എമിറ്റ് ചെയ്യുന്നത് ഏതാ? ഇൻഫ്രാറെഡ് റേഡിയേഷനെയാണ് എമിറ്റ് ചെയ്യണേ. ഓക്കെ, പക്ഷെ ടെമ്പറേച്ചർ കൂടുന്നതിനൊപ്പം വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. വെയിൻസ് ലോ പ്രകാരം കൂടുതൽ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ. എമിഷൻ കൂടുതൽ നടക്കുന്നുണ്ട്, കൂടുതൽ എനർജി പുറത്തേക്ക് അബ്സോർബറിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും വരുന്ന റേഡിയേഷൻ ഇൻഫ്രാറെഡ് മാറി UV റേഡിയേഷൻ അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിലേക്ക് പതുക്കെ ഷോർട്ടായിട്ട് മാറും. അങ്ങനത്തെ ലൈറ്റ് റേസിനെ ഗ്ലാസ് കവർ ബ്ലോക്ക് ചെയ്യോ? ഇല്ല. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റേഡിയേഷൻ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷനായി മാറുമ്പോൾ ഗ്ലാസ് കവർ ബ്ലോക്ക് ചെയ്യാണ്ട് ആ റേഡിയേഷനെ കടത്തി വിടും. അപ്പോൾ പിന്നെ കൂടുതൽ ഹീറ്റ് അവിടെ അക്യുമുലേറ്റ് ചെയ്യില്ല. ടെമ്പറേച്ചർ പിന്നെയും കൂട്ടാണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും.
ഓക്കെ, അപ്പം അതാണ് ഇവിടെ പറയുന്നത്. At room temperature, a black body emits radiation at 10 micrometer. കേട്ടോ, അപ്പോൾ സാധാരണ ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇതുപോലെ ഒരു അബ്സോർബർ പ്ലേറ്റിന് മേലെ ഗ്ലാസ് കവർ വെച്ചിട്ടുണ്ടെങ്കിൽ 10 മൈക്രോൺ അല്ലെങ്കിൽ 10 മൈക്രോമീറ്റർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷനെയാണ് എമിറ്റ് ചെയ്യുക. അതൊരു ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. ഈ ഗ്ലാസ് കവർ ഈ വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു. ദ ഗ്ലാസ് കവർ അബ്സോർബ്സ് ദ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എമിറ്റഡ് ബൈ ദ ബ്ലാക്ക് സർഫസ്. The glass cover re-emits light in all directions. Half of the light is emitted outside and lost, whereas the other half is re-emitted towards the black surface. കണ്ടോ, ഗ്ലാസ് കവർ ആണ് ഈ പറയുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആക്ച്വലി അബ്സോർബ് ചെയ്തിട്ട് ബാക്ക് റേഡിയേറ്റ് ചെയ്യുന്നത്. അപ്പം ബാക്ക് റേഡിയേറ്റ് ചെയ്യുമ്പോൾ താഴേക്ക് മാത്രമല്ല മേലേക്കും വേണമെങ്കിൽ റേഡിയേഷൻ പോവാം. കണ്ടോ, അപ്പം ആ ഗ്ലാസ് കവറിൽ നിന്നപ്പോൾ 100% ബാക്ക് റേഡിയേഷൻ അല്ല, കുറച്ച് ഫ്രാക്ഷനാണ് നമുക്ക് തിരിച്ച് അബ്സോർബറിലേക്ക് ബാക്ക് റേഡിയേറ്റ് ചെയ്യണത്. ബാക്കിയൊക്കെ എനർജി ലോസ് ആയിട്ട് പോകുന്നു. Thus, more and more heat accumulates on the absorber, increasing its temperature. Temperature increase ചെയ്യുമ്പോൾ സ്റ്റെഫാൻസ് ലോ പ്രകാരം എമിഷനും ഇൻക്രീസ് ചെയ്യുന്നു, കൂടുതൽ എനർജി കൂടുതൽ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. With increasing temperature, infrared radiation becomes shorter. അപ്പോൾ ഇവിടെ വെയിൻസ് ലോയും പ്രകാരം ഈ വരുന്ന കൂടുതൽ റേഡിയേഷൻ കൂടുതൽ തന്നെയാണെങ്കിലും അതിൻ്റെ വേവ് ലെങ്ത് കുറഞ്ഞ് അത് യു വി അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് ആണ് കൂടുതൽ റേഡിയേറ്റ് ചെയ്യുന്നത്. Then it becomes transparent to glass. Thus, an equilibrium is obtained when energy gain due to absorption is balanced by energy loss through the glass cover. അങ്ങനെ ഒരു equilibrium ആണ് നമ്മൾ achieve ചെയ്യുന്നത്. Now, an efficient greenhouse is possible only below 500 degree Celsius. അപ്പോൾ തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്കൊരു ഇക്വിലിബ്രിയം, സ്റ്റെഫാൻസ് ലോയും വെയിൻസ് ലോ ഒക്കെ ഒബേ ചെയ്ത് നമുക്കൊരു ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു 500 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ in practice, this equilibrium temperature is much lower due to heat loss from the absorber. നമ്മൾ പ്രാക്ടിക്കലി ഒരു ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ഗ്ലാസ് ഹൗസിൻ്റെ ഉള്ളിൽ നിന്നാൽ 500 ഡിഗ്രി സെൽഷ്യസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ചെടികളും അവിടെ ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു ഫർണസ് പോലെ ആയിരിക്കുമല്ലോ 500 ഡിഗ്രി സെൽഷ്യസ്. ശരിക്കും അത്ര അച്ചീവ് ചെയ്യില്ല. നമുക്കത് കിട്ടാത്തത് അബ്സോർബർ, താഴെയുള്ള ബ്ലാക്ക് അബ്സോർബറിൽ ഹീറ്റ് ലോസ് സംഭവിക്കുന്നത് കൊണ്ടാണ്. Now, the absorber may lose heat due to thermal conductivity and air convection. അപ്പോൾ see here we have the absorber. നമ്മൾ അബ്സോർബർ ഇപ്പോൾ വെറുതെ ഒരു സർഫസിൽ വെക്കുകയാണെങ്കിൽ അബ്സോർബർ ചൂടാവുന്നതിനനുസരിച്ച് താഴെയുള്ള സർഫസും ചൂടാവില്ലേ അല്ലേ? അതെന്തുകൊണ്ടാണ്? അബ്സോർബറിൽ നിന്ന് ഹീറ്റ് ഇവിടേക്ക് കണ്ടക്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ തെർമൽ കണ്ടക്ഷൻ നടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹീറ്റ് ലോസ് തെർമൽ കണ്ടക്ഷൻ വഴി നടക്കാം. ഇനി അതല്ല, ഈ ഗ്ലാസ് കവറിൻ്റെ മേലെ നല്ല വിൻഡ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നന്നായി ഊതിയാലും മതി. നമ്മൾ ചൂടാറ്റാൻ വേണ്ടി എന്താ ചെയ്യുക? ഇവിടെ നമ്മൾ സർഫസിൽ കൂടെ ഊതാണ് ചെയ്യുക സാധാരണ. ഇപ്പം എന്തിൻ്റെയും മേലെ കൂടെ നമ്മൾ ഊതുമല്ലേ, അതുപോലെ ഇവിടെ ഇഫ് വി ബ്ലോ അബവ് ദ ഗ്ലാസ് കവർ, ഈ ഗ്ലാസ് കവറിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞ് ആ ഗ്ലാസ് കവറിൻ്റെ ടെമ്പറേച്ചർ കുറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഏരിയയുടെയും ഈ റീജിയനിലെയും ടെമ്പറേച്ചർ പതുക്കെ കുറയാൻ തുടങ്ങും. ടെമ്പറേച്ചർ കുറഞ്ഞാൽ അവിടെ നിന്നുള്ള എമിഷൻ കുറയും. ഓക്കെ, അപ്പോൾ എയർ കൺവെക്ഷൻ എന്നാണ് ഇത് പറയുന്നത്. എയർ കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ എയർ ഉപയോഗിച്ച് നമ്മൾ എയർ മൂവ്മെൻറ്റ്, എയറിനെ ഫ്ലോ ചെയ്യിപ്പിച്ച് ഇവിടെ ഒരു സ്ഥലത്തു നിന്നുള്ള ഹീറ്റിനെ വേറെ സ്ഥലത്തേക്ക് എത്തിക്കുക. ഇപ്പം നമ്മുടെ എർത്ത് സർഫസിൽ തന്നെ അറ്റ്മോസ്ഫിയർ ഏകദേശം ഒരേ ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അറ്റ്മോസ്ഫിയറിൽ എയർ കണ്ടിന്യൂസ്ലി സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, വിൻഡ്സ് ഉള്ളത് കൊണ്ടാണ് അല്ലേ? എയർ കറൻസ്, വിൻഡ്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ സിമിലർലി in solar collectors, the absorber may lose heat by thermal conductivity and air convection. അതുകൊണ്ട് നമ്മുടെ സോളാർ കളക്ടേഴ്സിൽ ഈ ഹീറ്റ് ലോസിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് അഡീഷണൽ കമ്പോണൻസും കൂടി വെക്കുന്നുണ്ട്. ഓക്കെ,
So here we have an image, a beautiful image of the sun radiating upon the earth, അല്ലേ? അപ്പോൾ എർത്ത് സർഫസിൽ നമുക്ക് ഹീറ്റ് തരുന്ന സോളാർ എനർജി, അത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് വഴി നമുക്കതൊരു ആംബിയൻ ടെമ്പറേച്ചറിലേക്ക് നമ്മുടെ സർഫസിനെ എത്തിച്ച് നമ്മളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നു, അല്ലേ? പക്ഷേ നമ്മുടെ തന്നെ പ്രവൃത്തികൾ കൊണ്ട് ഇപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ഈ പറയുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ ട്രാപ്പ് ചെയ്യുന്ന ഗ്യാസസ് ഉണ്ടല്ലോ, അതിനൊരു ഒരു ഒരു ഫ്രാക്ഷണൽ എമൗണ്ട് ശരിക്കും ഉണ്ട്. ആ നിശ്ചിത ഫ്രാക്ഷനേക്കാളും കൂടുതൽ ആണ് ഇപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് അറിയാം അല്ലേ? എയർ പൊല്യൂഷൻ കാരണം ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഇതിൻ്റെയൊക്കെ എമിഷൻസ് ഇപ്പോൾ നമ്മുടെ മാൻ മെയ്ഡ് എമിഷൻസ് ഒക്കെ കാരണം ഇവിടെ അറ്റ്മോസ്ഫിയറിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ കൂടുമ്പോൾ നമ്മുടെ എർത്ത് അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചറും പതുക്കെ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഓരോ ഒപ്റ്റിമം ടെമ്പറേച്ചേഴ്സ് ജീവിച്ച് പോകുന്ന കുറേ എക്കോസിസ്റ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നശിച്ചു പോകാം. ആർട്ടിക് അന്റാർട്ടിക് റീജിയൻസിലുള്ള ഐസ് കവേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെൽറ്റ് ചെയ്യുമ്പോൾ സീ ലെവൽസ് ഉണ്ടല്ലോ, സീ ലെവൽസ് ഒക്കെ റൈസ് ചെയ്യും. അപ്പോൾ നമ്മുടെ കോസ്റ്റൽ റീജിയൻസ് ഒക്കെ മുങ്ങിപ്പോകും. അപ്പം ഇങ്ങനെയൊക്കെ ഡിസാസ്ട്രസ് എഫക്ട്സ് ഉണ്ട്. അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ സ്വയം നമ്മുടെ വീടുകളിൽ ഇതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഉണ്ടെങ്കിൽ അത് വളരെയധികം മിനിമൈസ് ചെയ്യണം, അത് ഇല്ലാതാക്കാൻ ശ്രമിക്കണം. നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്കത് മിനിമൈസ് ചെയ്യാൻ ആണ് പറ്റുള്ളൂ. കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ലെങ്കിലും we should try to minimize it a lot. Okay. So that's all for today. Thank you.